ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണോ? ഇത് മോൺട്രിയൽ ട്രാവൽ സീരീസിന്റെ ഫൈനൽ പാർട്ടാണ്. ഇതിനു മുന്നേ ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഡു ചെക്ക് ഔട്ട്. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ ഓൾഡ് പോർട്ടിൽ നിന്ന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അതിനു മുന്നേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കുക, ജസ്റ്റ് എക്സ്പ്ലോറിങ് ദ സിറ്റി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ രാത്രി ഒരു പ്രത്യേക രസമാണല്ലോ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്. തിരക്കില്ല, ക്ലൈമറ്റ് നല്ലതാണ്, ചൂടില്ല. സോ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. സോ നല്ല രസമുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ജയന്റ് വീല്. അപ്പം അതിൽ കയറി ഇരുന്നിട്ട് കറങ്ങിയ നമ്മുടെ ഈ സിറ്റിയുടെ ഫുൾ വ്യൂ എന്തോ പറഞ്ഞു, ഫ്രഞ്ചിലായതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. തെറി വിളിച്ചതായിരിക്കില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിവേസ്, നമ്മളിപ്പോ നിൽക്കുന്ന ഓൾഡ് പോർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിന് ഒരു 4 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. സെയിന്റ് ലോറൻസ് റിവർ എന്ന നദിയുടെ തീരത്താണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ. ദിസ് ലൊക്കേഷൻ ഈസ് പെർഫെക്റ്റ് ഫോർ ഒരു ബോട്ടിങ്, സൈക്ലിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഇത് അടിപൊളിയാണ്. ഈ പുറകെ കാണുന്ന ജയന്റ് ഒബ്സർവേഷൻ വീലാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു ടോപ്പ് അട്രാക്ഷൻ. അപ്പൊ ഒരു ചെറിയ വാക്കിന് ശേഷം നമ്മൾ ചുമ്മാ വണ്ടി എടുത്തൊന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പൊ അതുമൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പൊ സമയം ഒരു 12 മണി 1 മണി വെളുപ്പിനെ ആയിട്ടുണ്ട്. നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാനായിട്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2 ഇൻ മോൺട്രിയൽ. ഇപ്പം സമയം 9 മണിയായി. നമ്മൾ നേരത്തെ 8 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലത്തെ ക്ഷീണം കാരണം ആരും എണീറ്റില്ല. ഇന്നലെ വന്ന് കിടന്നപ്പോൾ തന്നെ 1 മണിയൊക്കെ ആയി, 1:30-2 മണിയായി. ഇനിയിപ്പം നമ്മുടെ പ്ലാന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ഇതൊരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്, അവിടെ പോകണം. പിന്നെ ഇവിടെ ഒരു ഫേമസ് ബസിലിക്ക ചർച്ച് ഉണ്ട്, അവിടെ പോകണം. അത് കഴിഞ്ഞ് ബൊട്ടാണിക്കൽ ഗാർഡൻ പോകണം. അപ്പം അതൊക്കെയാണ്. അപ്പം അയച്ചേക്കുമല്ലോ. നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്ന സീനാണ് ഇത്. ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു അവർ കോസി ഹോട്ടൽ. ആശാന എൻ്റെ വോയിസ് ഓവർ കണ്ടോ. ഇവിടുത്തെ ഏതോ ലാമ്പും സാധനങ്ങളും കട്ടിലൊക്കെ ഓടി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പുറയിന്ന്. അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിന് കുടിക്കാനുള്ള വെള്ളമാണെന്ന് തോന്നുന്നു CS അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് വെള്ളം എടുത്തതിന്റെ പേരിൽ ഞങ്ങൾ ചുമ്മാ കളിയാക്കിയായിരുന്നല്ലോ. അപ്പൊ വെള്ളം ഇച്ചിരി കുടിക്കാൻ ചോദിച്ചതിന് ആശാന്റെ മറുപടിയാണേ, അപ്പൊ നമ്മളിതാ റൂമിൽ നിന്ന് ചെക്കൗട്ട് ഒക്കെ ചെയ്തിറങ്ങി. ഇനി നമ്മുടെ കാറിന്റെ അടുത്തോട്ട് പോവാം. നമ്മുടെ ലഗേജ് ഒക്കെ വെക്കണം. എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറയുമോ? ഇനിയിപ്പോ നമ്മുടെ പ്ലാൻ ഒന്ന് പറയുമോ? ഇപ്പൊ നമ്മള് ജസ്റ്റ് നമ്മുടെ ലഗേജ് റൂം വെക്കേറ്റ് ചെയ്തല്ലോ. റൂം വെക്കേറ്റ് ചെയ്ത് ലഗേജ് ഡയറക്റ്റ് നമ്മുടെ വണ്ടിയിൽ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. റൂം എടുക്കുന്നില്ല, വണ്ടി എടുക്കുന്നില്ല. കാരണം വണ്ടി ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറക്കിയെന്ന് വെച്ചാൽ പിന്നെ പാർക്കിങ്ങിന് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ബെറ്റർ ഉള്ള സ്ഥലത്ത് വെക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ 24 hours ആണ് പാർക്കിംഗ് ബുക്ക് എടുത്തിട്ടുള്ളത്. വിഷയമില്ല. പിന്നെ ഇവിടെ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണല്ലോ. സോ ഇവിടെ തന്നെ ഒരു ചാർജിങ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയും കൂടെ ഇൻ ദ മീൻ ടൈം ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാന്ന് വെച്ചു. ഇൻസ്റ്റഗ്രാമത്തിൽ കൂടെ ഫേമസ് ആയ മോൺട്രിയലിൽ ഒരു കടയുണ്ട്, ഡാൻഡി. അപ്പൊ അത് തപ്പിയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരാളുടെ ഷോ. അപ്പൊ കണ്ട ഷോ മൈൻഡ് ചെയ്യണ്ട, ബുദ്ധിയില്ലാത്ത കുട്ടിയല്ല, വിട്ടുകളഞ്ഞിക്ക്. ഇപ്പൊ നമ്മളിൽ പലരും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും ഐറ്റിനറി സെറ്റ് ചെയ്യുന്നതും എന്തിനൊരു ചായ കുടിക്കുന്നത് പോലും ഇൻസ്റ്റഗ്രാമത്തിൽ കൂടെ വൈറലാകുന്ന പല വീഡിയോസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അല്ലെ. അങ്ങനെ വൈറലായിട്ടുള്ള ഇവിടുത്തെ ഒരു ഫേമസ് ആയിരുന്നു ഞാൻ മുന്നേ പറഞ്ഞ ഡാൻഡി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്. നമ്മൾ കാര്യം ഡാൻഡി തപ്പിയാ പോയതെങ്കിലും ഒറ്റപ്പെട്ട റെസ്റ്റോറന്റിന്റെ പേരാണ് ഫ്രഞ്ച് ഭാഷയിൽ എനിക്ക് ഇത്തിരി പരിജ്ഞാനം കുറവായതുകൊണ്ട് വെറുതെ അറിയാത്ത പേരും പറഞ്ഞ് കഷ്ടപ്പെടണ്ടെന്ന് വെച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ കമ്മിങ് ബാക്ക് ടു ഡാൻഡി റെസ്റ്റോറന്റ്. ഇതാണ് കാരണം, ജാതി ക്യൂ. അതാണ് കേട്ടോ ഞങ്ങൾ അവിടെ കയറാൻ തരുന്നത്. പക്ഷെ നമ്മളിപ്പോ വന്നത് ആ ഒരു ഡാൻഡി റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കഫേയിലാണേ. പക്ഷെ സത്യം പറയട്ടെ, അടിപൊളി കിഡിലൻ ഫുഡായിരുന്നു. അതേപോലെ തന്നെ നല്ല കിഡിലൻ ഡെസേർട്സും ആയിരുന്നു അവിടെ. അപ്പൊ നമുക്ക് ഈ ബോർഡൊന്നും കണ്ടിട്ട് വായിക്കാനൊന്നും വലിയ പിടുത്തം കിട്ടിയില്ല. സോ അവിടെയുള്ള ആ ഒരു ബില്ലൊക്കെ ചെയ്യുന്ന നമ്മുടെ ഓർഡർ എടുക്കുന്ന പുള്ളിക്കാരത്തി വന്ന്
വെളിയിൽ വന്ന് നമുക്ക് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസും അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് എന്താണ് എന്നൊക്കെ അവർ വളരെ ഭയങ്കര വെൽക്കമിംഗ് ആയിട്ട് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. This is kind of sponge cake with rum. Oh. Very good. Very good. Okay. Okay. When you eat, make your spoon down. The rum is down. Okay. Okay. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളും ഡ്രിങ്ക്സും ഒക്കെ വന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയാ, ഭയങ്കര ക്വാളിറ്റി ഫുഡായിരുന്നു. ഓൾസോ അഫോർഡബിളും ആയിരുന്നു ഈ ഒരു കഫേ. പിന്നെ ഈ ഡെസേർട്സ് എൻ്റെ അമ്മോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഓരോ ഡെസേർട്സും ഓരോ ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ ഒരു യൂറോപ്യൻ അവരുടെ പേസ്ട്രീസ് ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ പൊതുവെ. അപ്പൊ അവിടുന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേനും നമ്മുടെ ഗാന്ധിജിയുടെ റെസ്റ്റോറന്റും സ്പോട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പൊ നമ്മൾ നടക്കുന്നത് ഓൾഡ് മോൺട്രയിലിൽ കൂടെയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് തന്നെ സ്ക്രീനിൽ കാണാം, ഇവിടെ ഉള്ളതെല്ലാം ഓൾഡ് ബിൽഡിങ്സ്, കഫേസ്, ബൊട്ടീക്സ് ഒക്കെയാണ്. ഓൾസോ ഈ ഒരു സ്ട്രീറ്റിന്റെ ഓരോ കോർണറിലും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് കാണാം. അത് ചിലപ്പോൾ അവിടുത്തെ ഒരു പെയിന്റിങ്സ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ആവാം, ലൈറ്റിങ്സ് ആവാം. അങ്ങനെ മൊത്തത്തിലൊരു യൂറോപ്പിന്റെ ഒരു വൈബ് ഇവിടെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പുള്ളിനെ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ, ഒരു നൈസ് മനുഷ്യൻ. ചുമ്മാ നമ്മൾ ക്യാമറ പിടിച്ച് നടന്നു കണ്ടപ്പോ ചുമ്മാ പുള്ളി 2 പോസ് ഇട്ടതാ. നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു ഫേമസ് ചർച്ചിലേക്കാണ്, നോർത്ത് ഹുദാം ബസിലിക്ക ചർച്ചിലേക്കാണ് കേട്ടോ. ഈ ഒരു ചർച്ച് പുറത്തുനിന്ന് കാണാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ കയറുമ്പോഴാണ് ഇതിന്റെ ആ ഒരു പവർ മനസ്സിലാവുന്നത്. ഈ ഒരു മാസ്റ്റർ പീസ് ബിൽഡ് ചെയ്തത് 1829 ഇതിനകത്തുള്ള ഓരോ കൊത്തുപണികളും ഹാൻഡ് മെയ്ഡ് ആണ്. നൈറ്റില് ഇവിടെ ഒരു മാജിക്കൽ ഓറ ലൈറ്റ് ഷോ ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആ. ലാസ്റ്റ് ടൈം അമ്മയായിട്ട് ഞങ്ങൾ മോൺട്രയിൽ വന്നപ്പോൾ അത് കണ്ടായിരുന്നു. പക്ഷെ ഈ വട്ടം അതൊന്നും കാണൽ നടന്നില്ല, ബിക്കോസ് ഭയങ്കര തിരക്കായിരുന്നു. ഓൾസോ ഞങ്ങൾ ടിക്കറ്റ്സും മുൻകൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു ചർച്ച് ഇറ്റ്സ് റിയലി റിച്ച് ഇൻ ആർട്ട് ആൻഡ് ഹിസ്റ്ററി. നെക്സ്റ്റ് നമ്മൾ പോയത് മോണ്ട് റോയൽ മെമ്മോറിയൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റിലേക്കാണ്. അപ്പൊ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പാർക്കിംഗ് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പൊ പാർക്കിംഗ് ടിക്കറ്റും ഒക്കെ എടുത്ത് നമ്മൾ മെല്ലെ ഒരു ഇച്ചിരി നടക്കാനുണ്ട് കേട്ടോ, ഒരു ഇച്ചിരി ഹൈക്ക് ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു ഭയങ്കര വലിയ പാർക്കാണ്. സോ നമ്മൾ ലോസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി അവരൊരു മാപ്പും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു വ്യൂ പോയിന്റ് ആണ് എന്ന്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ടൗൺ മോൺട്രിയലിന്റെ ഒരു ഫുൾ വ്യൂ ആസ്വദിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടാണിത്. പകൽ വരുന്നതിനെക്കാട്ടിൽ നൈറ്റ് ടൈം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യൂ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഈ ഒരു പാർക്കിനോട് ചേർന്നാണ് മോണ്ട് റോയൽ സെമിറ്ററി സ്ഥിതി ചെയ്യുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സെമിറ്ററീസ് ഇൻ നോർത്ത് അമേരിക്ക. ഇവിടെ മോർ ദാൻ 200,000 ആൾക്കാരെ അടക്കിയിട്ടുണ്ടേ. ദിസ് പ്ലേസ് ഈസ് ഓൾസോ എ സാങ്ച്വറി ഫോർ ബേർഡ്സ് ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പൊ ഗൈസ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടെ തന്നെ ഉള്ള അനാദർ ഫേമസ് ചർച്ചിലേക്കാണ്. നിൽക്കുന്നത് സെയിന്റ് ജോസഫ് ഒറേറ്ററി ഓഫ് മൗണ്ട് റോയൽ എന്ന് പറയുന്ന ചർച്ചിന്റെ മുന്നിലാണ്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു മോർ ദാൻ പള്ളീനെക്കാട്ടി എനിക്ക് എന്തോ ഒരു ഹ്യൂജ് ഒരു കാസലിലോ പാലസിലോ ഒക്കെ വന്നൊരു ഫീൽ ആയിരുന്നു കേട്ടോ. ബട്ട് ദിസ് ഈസ് കാനഡാസ് ബിഗ്ഗസ്റ്റ് ചർച്ച്. ഓക്കെ, കാണുന്ന പോലെ തന്നെ ഇറ്റ്സ് മാസീവ്. ഒരു ജയന്റ് ഗ്രീൻ ഡോം ആണ്. ഇത് ഭയങ്കര മാസീവ് ആണ് കേട്ടോ. ഒരുപാട് നിലകളും അതേപോലെ തന്നെ ഒരുപാട് സ്റ്റെപ്സും ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യവും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഹ്യൂജ് ചർച്ച്. 283 സ്റ്റെപ്സ് നടന്നാലാണ് ചർച്ചിലെത്താൻ പറ്റുന്നത്. ചിലരിവിടെ മുട്ടില് നടന്നു കയറുന്നത് ഞാൻ കണ്ടായിരുന്നേ. പക്ഷെ ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, കൂടുതലും നമ്മൾ ഈ ഏഷ്യൻസ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ നടന്ന് കയറുന്നത് സ്പോട്ട് ചെയ്തത്. ലെവൽ 0 വന്നിട്ട് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു എൻട്രി ഗാർഡൻ, സ്റ്റോൺ സ്റ്റെപ്സ് ഒക്കെയാണ്. പക്ഷെ ലെവൽ 1 എത്തുമ്പോൾ ഇവിടെ ഉള്ളത് ഒരു ക്രിപ്റ്റ് ചർച്ച് ആൻഡ് ചാപ്പൽ ആണ്. ഇത് 1915 to 1917 ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒരു ഓക്ക് പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നിയോ ക്ലാസിക്കൽ ഡിസൈൻ. ഏകദേശം 1000-ൽ അധികം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഈ ചർച്ചിലുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലെവൽ 2 കേട്ടോ. ഇവിടെയാണ് വോട്ടീവ് ചാപ്പൽ ഓർ കാൻഡിൽ റൂം ഉള്ളത്. ഇവിടെ പീപ്പിൾ ക്യാൻ ലൈറ്റ് ക്യാൻഡിൽസ്. നമ്മുടെ നാട്ടിലെ മെഴുകുതിരി കത്തിക്കുന്ന സെയിം സെറ്റപ്പ്. അപ്പൊ $2 കൊടുത്താലും നമുക്ക് ആ ക്യാൻഡില് കത്തിക്കാനായിട്ട് പറ്റും. പിന്നെ പൈസ കൊടുത്തില്ലെങ്കിലും കത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അവിടെ അങ്ങനെ ആരും നോക്കാനും മോണിറ്റർ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊതുവെ ആൾക്കാർ അങ്ങനെ കത്തിക്കില്ലല്ലോ അല്ലെ, പൈസ കൊടുക്കാണ്ട് അങ്ങനെ കത്തിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആരും മോണിറ്റർ ചെയ്യാനില്ലാത്തത്. ഇനി അതല്ല ചിലപ്പോൾ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ചിലപ്പം ആ ഒരു രീതിക്ക് വിട്ടതും ആവാം. ഐ ഡോണ്ട് നോ.
ബേസിക്കലി ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മുടെ നാട്ടില് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫേമസ് ദേവാലയങ്ങളിലെല്ലാം തന്നെ ഈ പൈസ ഉള്ളവർക്ക് ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റ് വെച്ചിട്ട് ഉള്ള ഒരു മുൻഗണന, ഓൾസോ അധികാരം ആൻഡ് പവർ ഉള്ളവർക്ക് കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റി ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഓൾസോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിച്വൽസിന് പല റെസീപ്റ്റും പല എന്താ പറയാ റേറ്റിന്റെ രീതിയിലൊക്കെ വേരിയേഷൻസ് വരാറുണ്ടല്ലോ ആ റിച്വൽസിനൊക്കെ. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. എന്താ പറയാ ഒരു ക്ലാസിന്റെ ബേസിസിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ക്ലാസിന്റെ ബേസിസിലോ ഒന്നും ഒരു ഡിസ്ക്രിമിനേഷൻ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ജസ്റ്റ് വിശ്വാസമുള്ളവർക്ക് വരാം, കത്തിക്കാം, വിശ്വാസമില്ലാത്തവർക്ക് കത്തിക്കേണ്ട, ജസ്റ്റ് കാണാം, കേൾക്കാം, പോവാം, ആ ഒരു സെറ്റപ്പ്. എന്തായാലും 1000-ലധികം ക്യാൻഡിൽസ് ഈ റൂമിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അസൂണാസ് ഈ ഒരു ക്യാൻഡിൽ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഈ ഒരു ക്യാൻഡിലിന്റെ ലൈറ്റ് മാത്രമല്ലേ അവിടെ ഉള്ളൂ. സോ അത് കണ്ണിന് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഓൾസോ ഭയങ്കര കാം ആൻഡ് വാം ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ വിശ്വാസമുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ ക്യാൻഡിൽസ് ലൈറ്റ് ചെയ്യും. ദീസ് ആർ കോൾഡ് വോട്ടീവ് ഓഫറിങ്സ്. അതില് പ്രേയേഴ്സ് വന്നിട്ട് ഹീലിങ്സ് ആവാം, ഹെൽപ്പ് ആകാം, ഗിവിംഗ് ദെയർ താങ്ക്സ്, അങ്ങനെയൊക്കെ ആവാം. നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്ന പോലെ ഓരോ ജനലിലൂടെയും കാണുന്ന കാഴ്ച ഓരോന്നാണെന്ന് പറയുന്ന പോലെ തന്നെ ഓരോ ക്യാൻഡിൽസിന് ഇവിടെ ഓരോ കഥ പറയാനുണ്ടാവും. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് നമുക്കൊരു പേപ്പർ എടുക്കാം. പേപ്പറും പേന അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും നമുക്ക് നടക്കാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു വിഷ പേപ്പറിൽ എഴുതിയിട്ട് ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു റൂം ഇതിൽ കൊണ്ട് നമുക്ക് ലീവ് ചെയ്യാം. അതിൽ ചിലരിങ്ങനെ വോളിലൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഐ മീൻ ഒളിപ്പിച്ചല്ല, അവരിങ്ങനെ മടക്കി അതിലേക്ക് വെച്ചിട്ടുണ്ട്. ചിലർ താഴെ വെള്ളം ഒരു ചെറിയൊരു കനാല് പോലൊരു സെറ്റപ്പ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണാം ഇങ്ങനെ കുറെ പേപ്പേഴ്സ് കിടക്കുന്നുണ്ടോ. ഓൾസോ അതേപോലെ തന്നെ ചിലർ അതിൽ കോയിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാൻ അവര് വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ അവരിങ്ങനെ പേപ്പറിൽ എഴുതി ഇങ്ങനെ അവിടെ ലീവ് ചെയ്യുക ചെയ്യുന്നത്. ആൻഡ് ദേ ബിലീവ് ദാറ്റ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം നടക്കും എന്നുള്ള രീതിയിൽ. ഈ സെയിന്റ് ജോസഫ് ഒറേറ്ററിയോട് ചേർന്ന് തന്നെ ഒരു ടെറസ് വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്നാലും നല്ല ഭംഗിയുള്ള സിറ്റി വ്യൂ ആണ്, ബിക്കോസ് നമ്മൾ അത്രയും പൊക്കത്താണല്ലോ. ഈ ടെറസിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്കൾപ്ചർ കാണാം. ഒറ്റ നോട്ടത്തിൽ കുറെ ആൾക്കാർ ഒരു ബോട്ടിൽ നിൽക്കുമെന്ന് തോന്നുമെങ്കിലും ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് പല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുള്ള അഭയാർത്ഥികള്, കുടിയേറ്റക്കാരെ, അപേക്ഷക്കാരെ ഒക്കെ കാണാം. ഇത് റെഫ്യൂജീസിന്റെ മുകളിലായിട്ട് ഈ ഒരു ഏഞ്ചൽ വിങ്സും കാണാം. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ഏഞ്ചൽസ് അൺഅവെയർ. ആൻഡ് ഇതൊരു ഡൈവേഴ്സിറ്റിന്റെ പവർ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോണത് ഇതിന്റെ മുകളിലുള്ള നെക്സ്റ്റ് ലെവലിലേക്കാണ്, ദി ഫേമസ് ബസിലിക്ക ചർച്ച്. അപ്പോ ദിസ് ഈസ് ദ മെയിൻ ചർച്ച് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മെയിൻ കുർബാന, ഓൾസോ സൺഡേ മാസ്, ഡെയിലി മാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓൾസോ ദിസ് ചർച്ച് ക്യാൻ ഹോൾഡ് അപ് ടു 2000 പീപ്പിൾ. താഴെയുള്ള ലെവൽസിലെ ചാപ്പൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ, കുറച്ചും കൂടി ഒരു ടൂറിസ്റ്റ് വൈബ് ആയിരുന്നെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഒരു പ്രയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, സൈലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചർച്ചാണ് കേട്ടോ. നമ്മൾ ആ ചർച്ചിൽ നിന്ന് ഇറങ്ങി ബൊട്ടാണിക്കൽ ഗാർഡൻ പോകാം എന്നായിരുന്നു നമ്മുടെ ഒരു പ്ലാന്. പക്ഷെ അത് എത്രത്തോളം ഇപ്പൊ പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് അറിയില്ല. ബിക്കോസ് ഇപ്പൊ തന്നെ സമയം 5 മണിയായി. പിന്നെ ഗാർഡൻ 6 മണി വരെ ഉള്ളൂ. അതിന് ആൾക്കാരെ കയറ്റുന്നതാണോ 6 മണി വരെ എന്നും നമുക്ക് അറിയില്ല. നമ്മളൊരു തീരുമാനത്തിലെത്തി, നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്കിപ്പ് ചെയ്യുക. ബിക്കോസ് എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡൻ 6 മണിക്ക് അടയ്ക്കും. പിന്നെ ഇപ്പൊ 5 മണിയായി. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇല്ല, ബട്ട് കുറച്ച് പേർക്ക് നാളെ ജോലി ഉള്ളവരുണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ മോൺട്രിയിൽ വിട്ടാലേ നമുക്ക് ഒരു 6 അവേഴ്സോളം ജേർണി ഉണ്ട്. അപ്പൊ ഒരു 12 മണിയെങ്കിലും ആവുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ചെയ്യാന്ന് തീരുമാനിച്ചു അല്ലേ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കില്ലല്ലോ. ബട്ട് നമ്മൾ പ്രോപ്പർ പ്ലാനിങ്, അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലേ ഈ ട്രിപ്പിനുവേണ്ടി, അധികം പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ഞങ്ങൾ രണ്ടും ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ഓടിച്ചു വിട്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത്. ഒരു ഡേ ഉണ്ടെങ്കിൽ ഒരു ഡേയും അത്രയും കാണാനുള്ളതുണ്ടോ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ, പോയി കണ്ട സ്ഥലങ്ങൾ മാക്സിമം നന്നായിട്ട് കണ്ടു തീർക്കാം. സോ ദാറ്റ് അവിടെ ഇനി നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യണ്ടല്ലോ. നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു നൈസ് ഒരു പൊതിച്ചോറ് കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് കേട്ടു. സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്താ പറയുമ്പോൾ, ഇവിടുത്തെ കടകളൊക്കെ അതിപ്പോ പൊതുവെ കാനഡയിലെ കാര്യങ്ങൾ ഞാൻ പറയാട്ടോ, നേരത്തെ കുറെ കടകളൊക്കെ അടയ്ക്കും. ഈവൻ ഇപ്പൊ ഷോപ്പിംഗ് മോൾസ് ആണെങ്കിലും. നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ശനി ഞായറും ഒക്കെ അല്ലേ അവർക്ക് കൂടുതൽ കച്ചവടം കിട്ടുന്നത്. അപ്പൊ കുറെ നേരം തുറന്നു വയ്ക്കുമല്ലോ. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ നേരെ തിരിച്ചാ. എനിക്കറിയില്ല, അവർക്ക് പൈസ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടുത്തെ എല്ലാ കടകളും ഞാൻ നേരത്തെ അടയ്ക്കും. സോ അറിയില്ല ഇനിയിപ്പം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണോ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ അത് തപ്പണം. അപ്പൊ അങ്ങനെ
നമ്മുടെ പൊതിച്ചോറ് പ്ലാൻ നടന്നില്ല കേട്ടോ, ഫ്ലോപ്പ് ആയി. ബിക്കോസ് ആ കട ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം ആയപ്പോഴത്തേനും. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കടകളൊക്കെ നേരത്തെ പൂട്ടിക്കെട്ടുന്നു. എനിവേസ്, അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ഇടുക. അപ്പൊ പോയെന്ന വഴിക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ കയറാം എന്നാണ് സോഫാർ പ്ലാൻ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി തപ്പി എടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് തന്നെ നമ്മൾ തപ്പിയെടുത്തു. ഹവേലി റൂട്ട് അറിയില്ല, പോയി നോക്കിയിട്ടാ എങ്ങനെയുണ്ടെന്നൊക്കെ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. സോ അപ്പറ്റൈസർ ഓർഡർ ചെയ്ത് മാത്രം ഞങ്ങള് ക്യാപ്ചർ ചെയ്തതായിട്ട് ഓർമ്മയുള്ളൂ. ബാക്കി ഒന്നും റെക്കോർഡ് ചെയ്തില്ല. ലാസ്റ്റ് നമ്മളൊരു ഫുഡും കഴിച്ച് ബില്ലും കൊടുത്തതാ തിരിച്ചു വീണ്ടും വണ്ടിയിലേക്ക്. ഇനിയുണ്ട് കേട്ടോ 4-4.5 മണിക്കൂർ. ഞങ്ങള് വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് ഡ്രസ്സൊക്കെ മാറി ലൈറ്റായിട്ടൊന്ന് ഫ്രീ ആയി. ഇനിയിപ്പൊ ഇങ്ങനെ മാറി ഇങ്ങനെ പോയി കിടന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പാ. വീട്ടിൽ പോയിട്ട് 12 മണിയാവും തോന്നുന്നു എന്തായാലും വീട്ടിലെത്താനായിട്ട്. 12-12:30 ആവും. ഹോപ്പ്ഫുള്ളി നോ മോർ സ്റ്റോപ്സ്. ബട്ട് അറിയില്ല, ഇനി വാഷ്റൂം ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഒരു സ്റ്റോപ്പും കൂടി എടുക്കുമായിരിക്കും. അങ്ങനെ ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 4 മണിക്കൂറോ? 4 മണിക്കൂറുണ്ട് ഇനി നമ്മുടെ വീട്ടിലോട്ട്. പിന്നെ എന്താ തലേണയും പൊതപ്പും ഒക്കെ വെച്ച് ലൈറ്റായിട്ട് ഇവിടെ കിടന്ന് ഇനി ഉറങ്ങാം. നാളെ എനിക്ക് രാവിലെ 6 മണിക്ക് ജോലിയുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് ടു ടേക്ക് എ പവർ നാപ്പ്. ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മളിത് അവിടെ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഗ്യാസ് സ്റ്റേഷനിൽ കയറിയപ്പോ ഈ ഒരു സംഭവം കണ്ടു. പിക്കിൾഡ് എഗ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. രസമുണ്ട്. നോക്കിയപ്പോ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ആകെ എഗ്ഗും വിനീഗറും വാട്ടറും. പിന്നെ അത് കണ്ടോ അവിടെ വന്നിട്ട് ഷേക്സും സ്മൂത്തീസും ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട്. ഇത് നമുക്ക് ആ ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ഇഷ്ടമുള്ള അത് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഷേക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് മെഷീനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം. പിന്നെ ഇത് വന്നിട്ട് സ്ലഷ്, പിന്നെ ബിയറുണ്ട്, പിന്നെ വൈനുണ്ട്, പിന്നെ കുറെ കറിമുറി കുറയ്ക്കുന്ന സാധനങ്ങളുണ്ട്, ഐസ്ക്രീം ഉണ്ട്, കേക്കുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. കാര്യം മുന്നേ ഞാൻ നോ മോർ സ്റ്റോപ്സ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഈ ഒരു സ്റ്റോപ്പും കൂടി നമുക്ക് എടുക്കേണ്ടതായി വന്നു. ഒരു യാത്രയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു പക്ഷേ പോയ സ്ഥലങ്ങളെക്കാൾ ഉപരി കൂടെ വന്ന ആൾക്കാരാണല്ലോ അല്ലെ. അങ്ങനെ മനോഹരമായ ഒരു വണ്ടർഫുൾ ജേർണി ആയിരുന്നു ഇത്. എ വീഡിയോ ദാറ്റ് ഐ വിൽ ചെറിഷ് ഫോർ എവർ. നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്ത സന്തോഷങ്ങൾ, കാണിച്ച മണ്ടത്തരങ്ങൾ, ദോസ് സില്ലി ജോക്സ് ആൻഡ് ദോസ് ക്വയറ്റ് മൊമെന്റ്സ്. ഇയേഴ്സ് ഫ്രം നൗ ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ഇത് ഡോക്യുമെന്റ് ചെയ്ത് എത്ര നന്നായിരുന്നു എന്ന് ഒരുപക്ഷെ അപ്പൊ എനിക്ക് തോന്നുമായിരിക്കും. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഫ് യു മെയ്ഡ് ദിസ് ഫാർ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. താങ്ക് യു all. See you all in my next video. Okay, bye. Hello everybody, welcome to Arudh's channel. തിരിച്ച് ഞാൻ നടക്കാം. ഞാനും ആശ നടക്കാം. അല്ല ഇവിടെ ഇത്ര നടന്നാ പോരെ? ഫോട്ടോഗ്രാഫി ഇത്രേ ഉള്ളൂ. മൂഞ്ചി നിങ്ങൾ വ്ലോഗ് ചെയ്യാണോ? ഞാൻ തിരിഞ്ഞിട്ട് ഇത് തിരിയണില്ലല്ലോ. അതങ്ങനെയല്ല, അതിങ്ങനെ തിരിക്കണോ? ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമ്മക്കിന്ന് പോണ്ടേ? ക്ഷീണമായി, എനിക്ക് ക്ഷീണിച്ചു, കുറെ നടന്നു. വീഡിയോ എടുക്കട്ടെ, റെക്കോർഡിങ് ഞാൻ നിർത്തിയില്ലോ. ഞാൻ നമ്മളിപ്പോ നിക്കുന്നത് ബ്രസീലിയ ചർച്ചിന്റെ മുന്നിൽ. അയ്യോ അതപ്പോ അങ്ങോട്ട് പോയി. ഓ ഡ്രാഗനെ ട്രാക്ക് ചെയ്തോണ്ടിരിക്കുക. ചുമ്മാതല്ല ഡ്രാഗന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം. ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ട് സാധനം വരുന്നില്ല. കാരണം ട്രാക്ക് ചെയ്യണം. ഞാനല്ലേ തുടങ്ങിയത്, അപ്പൊ പിന്നെ എന്നെ ട്രാക്ക് ചെയ്യും. ലൈക്ക് ഒരാളാണോ പറയണേ? ബാക്കി ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ഒരുമിച്ച് പറയണം. ഞാൻ പറയില്ല. അല്ല നിങ്ങൾ ഇതിനകത്തൊരു പോങ്ങനെ പോലെ
ഓണാക്കി ഓക്കെ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. A few moments later. Okay, bye. Like, share, subscribe. പിന്നെ ബെൽ ബട്ടൺ